ഹൈ ഗോൾഡിൻ്റെ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നതേ എൻ്റെ അനുഭവത്തിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വേറെ ആരുടെ എടുത്തതോ അല്ല യൂട്യൂബിൽ പോയി തപ്പിയെടുത്തതൊന്നുമല്ല. എൻ്റെ വീട്ടിലുള്ള ചെടികളാണ്. ഇത് ഈ ആംഗ്ലോണിമ ഗണത്തിൽപ്പെട്ട കുറച്ച് ചെടികളുണ്ട് എൻ്റെ കയ്യിൽ. പച്ച കളറും വെള്ള ഇതൊക്കെ ആയിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ ചെടികളുടെ ഭംഗി, പിന്നെ ഇതിൻ്റെ മനോഹാരിത. ഇത് നമ്മുടെ സിറ്റ് ഔട്ടിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിറ്റ് ഔട്ടിനെയൊക്കെ ഭംഗിയാക്കുന്ന ഒരുതരം ചെടിയാണ്. ഇതിൽപ്പോട്ട് ഒരു ചുവട് ചെടിയുണ്ടെന്നൊരിക്കൽ പെട്ടെന്ന് തന്നെ ചട്ടി നിറഞ്ഞ് നല്ലൊരു വലിപ്പമൊക്കെ വെച്ച് തരും. ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെക്കുന്നവർ ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ പറയും. എനിക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. ഒരു ചെടിയെ കിട്ടുള്ളൂ. അതിനെ ഞാൻ പോഷിപ്പിച്ചപ്പോൾ ഞാൻ 3 ചട്ടിയിലാക്കി. അതിമനോഹരമാണ് ആ ചെടികൾ കാണാനായിട്ട്. അപ്പോൾ ഇതിക്കൂട്ട് വേണം ഇതൊക്കെ വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. മണ്ണിൽ വെക്കാതെ ഇതിനെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അതേപോലെ തന്നെ ഈ ചെടിയും ഇതും നല്ല കടലാസ് പോലെ ഉള്ള ഒരു തരം ചെടിയാണ്. ഒട്ടും ഇത് കണ്ടാൽ തോന്നുന്നു ഇതെന്തോ മരം പോലെ ഇരിക്കുന്നത്. ഇതിന് അങ്ങനെയൊന്നുമല്ല. ചെറിയ ഈ ടിഷ്യൂ പേപ്പർ പോലെ അത്ര ഇതായിട്ടുള്ളൊരു ചെടി. ടിഷ്യൂ പേപ്പറിൻ്റെ കനവും പ്ലാസ്റ്റിക്കിൻ്റെ തുടുപ്പും ഉള്ള ഒരു തരം ചെടിയാണിത്. ഇതുകൊണ്ട് ഇതിൻ്റെ അടിയിലേക്കൊക്കെ ഇത് ഇല ആദ്യം വരുമ്പം തന്നെ ഇതിന് ഈ ഒരു കളറാണ്. ഇത് ഇച്ചിരി കൂടെ ലൈറ്റാവും ഈ കൂമ്പിഞ്ഞ് വരുമ്പോൾ. അത് കഴിയുമ്പോൾ ഇതിങ്ങനെ ആയി. അതുകൊണ്ട് ഇതിന് പല സൈസാണ്. നമുക്കിതിനെ ഒരുപാട് വർണ്ണിക്കാനൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ, ആ ചെടികളുടെയൊക്കെ ഇല വരുന്നത്. പക്ഷേ ഇതും വ്യത്യാസമുണ്ട്. ഇത് അത്രയും വലിപ്പമില്ലാത്ത ഇലയാണ്. ഇത് അതിലും വലിപ്പം കുറഞ്ഞ ഇലയാണ്. പക്ഷേ അത് ചട്ടി നിറഞ്ഞത് അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ വളരെ ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇത് ചെറിയ ചട്ടികളിലാണ് ഞാനിതൊക്കെ വെക്കുന്നത്. അങ്ങനെ നമുക്ക് വെച്ച് ചട്ടി നിറച്ച് ഇത് ആക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആംഗ്ലോണിമ ഗണത്തിൽപ്പെട്ടതാണ്. വില കുറഞ്ഞ ചെടികളാണ് ഇതെല്ലാം വില കുറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഒരുപാട് വിലയൊന്നും ഇതിലൊന്നും വാങ്ങിച്ചിട്ടില്ല. ഈയിടെ ഞാൻ കുറേ ഇത് ഫ്രീ ഒക്കെ ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഇനി ഒത്തിരി പേർക്കൊക്കെ കൊടുക്കാനുണ്ട്. ഇനിയുള്ളവർക്ക് ഇതൊരു ചെറിയൊരു വിലയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് ഈ ചെടികൾ തരാം. വേണമെന്നുള്ളവർക്ക് ഞാനിതിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ വേര് പിടിപ്പിച്ച ചെടികൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ മണ്ണിൽ നിന്ന് വേരുള്ള ചെടി ഞാൻ തരും, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ വെച്ച് ഒരു 15 ദിവസം കൊണ്ടിട്ട് ഇഷ്ടം പോലെ വേര് പിടിക്കുന്ന ഒരു ചെടിയാണിതൊക്കെ. അതേപോലെ തന്നെ എനിക്ക് കുറച്ച് ബാമ്പു, ഇതാണ് എൻ്റെ ബാമ്പു. ഇതൊക്കെ എത്ര മനോഹരമാണെന്ന് കണ്ടോ. ഇത് ഞാൻ ഒരു ചട്ടിയിലേ വെച്ചുള്ളൂ. ഇനി ചട്ടി കുറഞ്ഞു പോയി. ഞാനിതൊക്കെ വേര് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്കുണ്ടെന്നൊരു കുറച്ച് പേർക്ക് ഈ ചെടികൾ അധികമൊന്നും എൻ്റെ കയ്യിലില്ല, കുറച്ചേ ഉള്ളൂ. ആദ്യം ചോദിക്കുന്നവർക്ക് ഞാൻ ഈ ചെടികൾ കുറച്ച് വേര് പിടിപ്പിച്ചതുണ്ട്. ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കട്ട് ചെയ്യാനായിട്ട് ഇല്ല. ഇതിങ്ങനെ ഒരു ചെടിയേ ഉള്ളൂ. അതങ്ങനെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെടിയല്ല ഇത് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടം വെച്ച് വേണം നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിനെ മുളപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ വെള്ളത്തിൽ വെച്ച് മുളപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കൊമ്പ് വരും, അത്രയും ഒന്ന് കാണുന്നുള്ളൂ. അതിൻ്റെ ഭംഗിയുടെ കൂടുതലുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും അത് അങ്ങനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിതിനെ ആദ്യകാലത്തൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലൊന്ന് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കിയതേ ഉള്ളൂ. പക്ഷേ അത് വളരെ ഭംഗിയായിട്ടുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായതാണ്. ഞാൻ അത് കാരണം അതിനെ കട്ട് ചെയ്തില്ല. പിന്നെ ഇത് നടുക്കൂടി ഒരു കറുത്ത പച്ച വലയൊക്കെ ആയിട്ട് യെല്ലോ കളറും ഒക്കെ ആയിട്ട്, ഇതാണെങ്കിലോ ഒരു നല്ലൊരു ഡാർക്ക് പച്ച, അതിന് യെല്ലോ കളറുമായിട്ടൊക്കെ ഉള്ളൊരു ചെടിയാണ്. ഇത് അധികം ഇല്ല കേട്ടോ. ഇതൊക്കെ 1 2 ഒക്കെ ഞാൻ കട്ട് ചെയ്ത് ഞാൻ മുളപ്പിച്ച് വെച്ചിട്ടുള്ളൂ. പക്ഷെ ആദ്യം ചോദിക്കുന്നവർക്ക് ഞാനിത് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ. ഇതും വേറൊരു ടൈപ്പാണ്. അങ്ങനെ 3 ടൈപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ വേറെ ഒരു ടൈപ്പ് അകത്തിരിപ്പുണ്ട്. അത് ഭാഗ്യം വരുന്ന ചെടിയാണെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. അതായത് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഭാഗ്യത്തിന് ഒരു കുറവുമില്ല. എൻ്റെ ചെടികൾക്ക് പോലും ഒരു ഭാഗ്യക്കുറവില്ലെന്ന് വേണം പറയാൻ. അത്ര മനോഹരമായിട്ടാണ് എൻ്റെ ചെടികളൊക്കെ വളരുന്നത് എടുക്കുന്നതൊക്കെ. അപ്പോൾ ഞാനിന്ന് കുറേ ചെടികൾ കട്ട് ചെയ്ത് ഇവിടെ ഞാൻ കുറച്ച് നിങ്ങളെ ഞാൻ കാണിച്ച ചെടികൾ കുറേ കട്ട് ചെയ്ത് ഞാനിവിടെ വെള്ളത്തിനകത്ത് ഒരു ഡപ്പയിലാക്കി
ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെ അധികം വെയിലൊന്നും കൊള്ളുന്ന സ്ഥലമല്ല, അതുകൊണ്ടാണ് ഞാനിവിടെയോട്ട് വെച്ചത്. ഇത് ഒരുപാട് വെയിലൊന്നും അടിക്കരുത്. വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ അധികം വെയിലടിക്കാത്ത സ്ഥലത്ത്, അപ്പോൾ ഇതിനൊക്കെ ഞാൻ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ മേലെ വീണോളും. അപ്പോൾ ഇലയ്ക്കും കേടില്ല. ഇത് എൻ്റെ ഹോയാണ് കേട്ടോ, അത് നിറച്ചും ഇപ്പോൾ പൂവായിട്ടുണ്ട്. പക്ഷേ ഒരു സൈസ് 2 തരം ഹോയാണ് എനിക്കുള്ളത്. അതിൽ ഒരു സൈസിന് ഇഷ്ടം പോലെ പൂക്കൾ കേട്ടോ ഇപ്പോൾ ആയിട്ടുണ്ട്. മറ്റേത് പൂവ് ആയില്ല. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് കളർ എന്നാണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരു കുഞ്ഞിക്കനെ ഒരു പൂ ഇവിടെയെങ്ങാണ്ട് ഞാൻ പൂ പോലെ ഒരു സാധനം ഞാൻ കണ്ടു. എന്നാ കളറെന്ന് അറിയില്ല. ഈ ഒരൊറ്റ ചുവടെ എനിക്ക് ആകെ ഉള്ളൂ കേട്ടോ. ഈ ചെടികളും കുറേ ഞാൻ ആർക്കൊക്കെയോ ചെയ്തു. ഇപ്പം വിത്തുകളൊന്നുമില്ല. ഞാൻ കട്ട് ചെയ്ത് വെക്കാം. ആവശ്യക്കാർക്ക് വേണമെന്ന് ഒരിക്കൽ പറയുകയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ആ ചെടി ഈ പൂവിൻ്റെ ചെടി. പൂവ് വരാത്ത ചെടിയൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ വന്നില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു വിഷമമാവില്ല. അപ്പോൾ എനിക്ക് ഞാൻ എത്രയധികം ഭംഗിയായി പ്രതീക്ഷയോടെ കൂടി നിങ്ങൾക്ക് തരുന്നത് ഒരിക്കലും നിങ്ങൾക്ക് പരാജയം വരത്തില്ല. അതാണ് അതിൻ്റെ ഇതെല്ലാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോട്ടോ. സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്നേരം കേട്ടോ. ഓക്കെ, ബൈ. ഈ ചെടികളെ വേര് പിടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമാണ് അടുപ്പപ്പെട്ട ഒരു സംഭവമാണിത്. ഇതുകൊണ്ടോ ഒരു 10 അല്ല 15 ദിവസത്തിനുള്ളിൽ ഈ സാധനത്തിന് എത്ര മനോഹരമായ വേര് വരും. വേര് വന്നതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് ഒഴിച്ചു വെക്കാമെങ്കിൽ എളുപ്പം തളിരും വരും. മണ്ണിൽ വെക്കുന്നതിലും എളുപ്പമായിട്ടാണ്. ഇത് ഞാൻ ഇന്നലെ ഒരെണ്ണം പരീക്ഷണത്തിനായിട്ട് വേറൊരു ചെടി വെച്ചതാണ്. നോക്കട്ടെ, ഞാനതും ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് നോക്കട്ടെ. പരീക്ഷണം ഇതാണ്. ഈ ചെടി ഇതാണ്. എത്ര മനോഹരമാണെന്ന് കണ്ടോ. ഈ ചെടിയുടെ ഭംഗി. ഇത് ഇൻഡോറായിട്ടും വെക്കാം, ഔട്ട്ഡോറായിട്ടും വെക്കാം. പക്ഷേ വെയിലധികം കൊള്ളുന്നിടത്ത് വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അതിമനോഹരമാണ് ഈ ചെടികളൊക്കെ. ഇതിക്കിട്ട് കുറച്ച് എൻ്റെ കൈവശം കൊടുക്കാനുണ്ട്. എന്നാലും ഇതിൻ്റെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ തോന്നുകയില്ല. പക്ഷേ ഇത് കുറേ ചട്ടികളിൽ ഇത് ഉള്ളത് കൊണ്ടിട്ട് ഞാനൊരു കുറച്ചിത് കൊടുക്കാമെന്ന് ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് എളുപ്പം വേര് പിടിപ്പിച്ച ചെടിയാണ്. വേര് പിടിപ്പിച്ച ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് തരാനിരിക്കുന്നത്. അല്ല പിന്നെ മണ്ണിൽ നിന്നും പറിച്ചെടുത്തത്. ഈ ചെടി ഞാനൊരു പരീക്ഷണത്തിനായിട്ട് വെച്ചതാണ്. ഞാനൊന്ന് നോക്കട്ടെ. അവിടെ ഒരെണ്ണം വെച്ച് ഇത് 5-6 ദിവസമേ ആയുള്ളൂ. ഇത് നല്ല സൂപ്പറായിട്ട് അതിന് വേര് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതെല്ലാം ആ വെളുത്ത് കാണുന്നതെല്ലാം അതിൻ്റെ വേരാണ്. അവിടെ നിന്ന് അതിന് വേര് നല്ലതായിട്ട് പൊട്ടും. അതാണ് അതിൻ്റെ ഇത് കണ്ടോ. ഇത് വേര് പൊട്ടി വന്നതാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അത് അതിൻ്റെ മേലെ ഒരു പാർട്ട് വന്ന് വരുവാങ്ങൂടി. ഇതൊരു 5-6 ദിവസമേ ആയുള്ളൂ ഈ ചെടി ഞാൻ വെച്ചിട്ട്. ഈ ചെടി ഇതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചതിന്. ഇതും ഒരു തരം ആംഗ്ലോണിമയാണ്. ഈ ചെടിയെ ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലതുപോലെ വേര് പിടിപ്പിച്ചിട്ട് അതേപോലെ ഒരു ചെടിയാണ് ഇത്. ഇത് വെച്ചിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അതിന് വേര് പിടിച്ചില്ല. പക്ഷേ പിടിക്കാൻ ഇങ്ങനെ തടിച്ച് വരുന്നുണ്ട്. വേര് പിടിക്കാനായിട്ടുള്ളതുണ്ടോ, കാണാവോ? അതാണ് ആ ചെടിയുടെ ഒരു പ്രത്യേകത. ഇൻഡോറായിട്ട് വെക്കുന്ന എല്ലാ ചെടികളും നമുക്ക് ഇങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാം. വേര് പിടിപ്പിച്ചെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ, ഈ ചെടിയാണിത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയില്ല. ഈശോപ്പാ. ഇതെല്ലാം ഞാൻ മുറ്റത്തുനിന്ന് കൊത്തിക്കൊണ്ടുവന്ന് വെച്ചതാണ്. അതിനെല്ലാം നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. ഈ ചെടികൾ ആർക്കെങ്കിലും വേണമെന്നൊരിക്കൽ വേരോട് കൂടിയത് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. വലിയ വിലയൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ചെറിയ വിലയെ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ ചെടി അതിമനോഹരമാണ്. ഈ ചെടി ഇതൊരു മഞ്ഞ കളറുള്ള ഒരു ചെടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ 2 ചെടികളുടെ കൂടെ ഒരു ഓഫറായിട്ട് ഈ ചെടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞായിരുന്നു, ഇല്ലേ ഇതിൻ്റെ വേര് പിടിപ്പിച്ച ചെടി ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. അതിതായിരുന്നു. ഇത് നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ വേറെ ഓരോ സൈസാണ് ഉള്ളത്. ഓരോന്നും ഓരോ സൈസിലുള്ള ചെടികളാണ് ഞാൻ വേര് പിടിപ്പിക്കാനായിട്ട് കട്ട് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നത്. അതിനെല്ലാം നല്ലതുപോലെ വേര് പിടിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നൊരിക്കൽ ഞാനിത് നിങ്ങൾക്ക് ഇൻഡോറായിട്ട് വെക്കാനോ അല്ല മണ്ണിൽ എങ്ങനെയായാലും അതിനധികം വെയിൽ നിങ്ങൾ കൊള്ളിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വേറൊരു സൈസാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണെന്നാണ് പറഞ്ഞത്. ആ ചെടികളൊക്കെ
അടുക്കളയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യം കയറി വരുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഭാഗ്യത്തിനൊരു കുറവും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനതിനെ മണ്ണിനകത്താണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതും നല്ല സൂപ്പറായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. മണ്ണിൽ വെച്ചാലും പിടിക്കും, വെള്ളത്തിൽ വെച്ചാലും ഈ ചെടി അതിമനോഹരമായിട്ട് പിടിക്കുന്ന ഒരു ചെടിയാണ്.